അനില പോയേ കാണാലോ. എന്തോ എന്താ സാറ് കേട്ടില്ല. ആരെയും കാണുവാനില്ലല്ലോ. ഞാനും അത് ആലോചിച്ചു. അല്ല ടൈം ആവുന്നുള്ളു. ചിലവര് 10 ടൈം വരുമായിരിക്കും. വരും കുറച്ച് കഴിയുമ്പോ വരുമായിരിക്കും. വെയിറ്റ് ചെയ്യണോ? നമുക്ക് അക്കൗണ്ടി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാല്ലേ? അതെ സാറേ. നമ്മുടെ വിദ്യാർത്ഥികളല്ലേ? അതെ അതെ. ഫുഡ് കഴിച്ചോ സാറേ? യെസ്, ഫുഡ് കഴിഞ്ഞു. രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. ഫുഡ് കഴിഞ്ഞു, തിരിച്ചു വന്നു. അനിലിന്റെ വീട് എവിടെയാ? എന്റെ വീട് സ്വന്തം വീട് ചെറായിയാണ്. ചെറായി. കല്യാണം കഴിച്ചു കൊടുത്തിരിക്കണ ചാലാക്ക മെഡിക്കൽ കോളേജ് ഇല്ലേ? യെസ്. അപ്പൊ നമ്മുടെ നാട്ടുകാരിയാണ്. അവിടെ നിന്ന് ഉള്ളോട്ട് വന്ന് പോയാൽ മതി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സാറിന്റെ രാജേഷ് സാറിനൊക്കെ അറിയോ? രാജേഷ് ഇപ്പൊ ലക്ഷ്മിയില് പഠിപ്പിച്ചോണ്ടിരിപ്പുണ്ട്. ലക്ഷ്മി കോളേജില? അതെ അതെ. ഇപ്പൊ അത് നടക്കുന്നുണ്ട് എപ്പോഴും? അത് ഉണ്ട്. പഴയ തിരക്കൊന്നും കാണാറില്ലേ? പഴയ ഞങ്ങള് പഠിക്കുന്ന ടൈമിലൊക്കെ നല്ല ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പിന്നെ അടുത്തടുത്ത് വേറെ കോളേജുകളൊക്കെ ആയില്ലേ? എക്സലന്റ് ആയി. പിന്നെ വേറെ ഏതൊക്കെയോ കോളേജ് എടുത്തത് കേസരി കോളേജ്, അങ്ങനെ എന്താ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ. അതെ അല്ലേ? സാറ് അവിടെ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ? ഞാനല്ലേ കുറച്ച് ദിവസം ഉണ്ടായുള്ളൂ. ഏതോ ഒരു സാറ് പോയപ്പോ ഞാൻ അന്ന് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡ് പറവൂര് നേരെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞ് സ്റ്റാൻഡിന്റെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാല് ഒരു കോഓപ്പറേറ്റീവ് കോളേജ് ഉണ്ടായിരുന്നു. കോഓപ്പറേറ്റീവ് കോളേജ്. യെസ്. അപ്പൊ അങ്ങനെ പോയി. അപ്പൊ ഈ കോഓപ്പറേറ്റീവ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ബാബുജി എന്ന് പറയുന്ന സാറിനായിരുന്നു. അദ്ദേഹമാണ് കോമേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ പറവൂര് അറിയപ്പെടുന്ന 2 അക്കൗണ്ടൻസി പഠിപ്പിക്കാനുള്ള എക്സ്പെർട്ട്, ഒന്നൊരു ബാബുജി മാഷും പിന്നെ ഒരു ബാലപ്പൻസ് നമ്മുടെ കോളേജ് ഉണ്ടായിരുന്നു. നമ്മുടെ മൂകാംബി അമ്പലത്തിന്റെ ഇപ്പുറത്ത് 2 പേരായിരുന്നു. അപ്പോ ഇവിടെയുള്ള ഇവിടെയുള്ള തേർഡ് ഇയർ ബികോം വിദ്യാർത്ഥികളെ ലക്ഷ്മി കോളേജിന് കൊടുത്തു കംപ്ലീറ്റ്. അപ്പൊ ആ ലക്ഷ്മി കോളേജിലെ ഫസ്റ്റ് തേർഡ് ഇയർ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാച്ചായിരുന്നു. അപ്പൊ അവിടെ ശരിക്കും പഠിക്കുന്ന കുട്ടികൾ സെക്കൻഡ് ഇയർ വരെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഇവിടുത്തെ തേർഡ് ഇയർ ആയിട്ട് അങ്ങോട്ട് പോയത്. അപ്പൊ ഗ്യാപ്പിൽ അവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോ കുറച്ച് ദിവസത്തേക്ക് പോയി. സാറിന്റെ വീട് എവിടെയാണ്? എന്റെ വീട് നമ്മുടെ ചേന്ദമംഗലം. യെസ്. ചെറായില് കറക്റ്റ് എവിടെയാണ്? ചെറായി ബീച്ച്. യെസ്. ചെറായി ബീച്ചിലാണ്. വന്നിട്ടുണ്ടോ സാറ്? ഞാൻ പണ്ടൊക്കെ വന്നിരുന്നു. ഇപ്പൊ അങ്ങനെ യാത്രകളൊക്കെ കുറവാണ്. അവിടെ വെക്കുകയാണെങ്കിൽ വരും. ലിജി, ഗുഡ് ആഫ്റ്റർനൂൺ സർ. യെസ്. ആരെയും കാണാനായിട്ട് ഞങ്ങളിങ്ങനെ വെറുതെ പഴയകാല ഓർമ്മകളൊക്കെ പുതുക്കിയിരിക്കുകയായിരുന്നു. 1:25 മണി ഞങ്ങളിവിടെ ഉണ്ട്. ആരെയും കാണാതെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അനിലയാണ് പറഞ്ഞത് വെയിറ്റ് ചെയ്യും സാറേ, ലിജി വരും കുറച്ച് കഴിഞ്ഞാല്, അത് കഴിഞ്ഞാൽ സുബിത വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അനില പറഞ്ഞ പോലെ സംഭവിച്ചു. ആദ്യം ലിജി വന്നു, പുറകില് സുബിത വന്നു. യെസ്. ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്. ഓക്കെ അനില. യെസ്. എന്താണ് സുബിത, നമ്മുടെ ആൾക്കാരെയും കാണാനില്ലല്ലോ? വരും. 6 പേരൊക്കെ ഉണ്ടാവാറുണ്ട്. 6 പേരൊക്കെ ഉണ്ടാവാറുണ്ട്. വെരി ഗുഡ്. യെസ്. അടുത്ത ശനിയാഴ്ച MT8 കോൺവെക്കേഷൻ സെറിമണിയാണ്. MT8. അത് കഴിഞ്ഞ് MT9 10 കഴിഞ്ഞ പിന്നെ നിങ്ങളാണ്.
ശരിക്കും ഈ ബാച്ചിൽ എത്ര കുട്ടികൾ ഉണ്ടാവും? ഫസ്റ്റ് എത്ര പേരുണ്ടായിരുന്നു? 100 ഒക്കെ ഏഹ് ഫസ്റ്റ് 100 മേലെ പിള്ളേരുണ്ടായിരുന്നു. 100 മുകളിലാ? ഉണ്ടായിരുന്നു. ഓ, അതാണ് പിന്നെ 6 ചുരുങ്ങിയത്. അല്ല സാർ, ഇപ്പൊ ചിലവരിപ്പൊ ജോലി കിട്ടി പോയിട്ടുണ്ട്. ആ, പിന്നെ ചിലവരിപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നവരാണ് ഓൾറെഡി. അപ്പൊ അവർ ചിലപ്പോ ഓൺലൈൻ ക്ലാസ് ഒക്കെ കാണുന്നുണ്ടാവും അല്ലെ? ഓൺലൈൻ ക്ലാസ്, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവര് കുറവാണ്. അവരിപ്പോ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. അവര് ചിലപ്പോ വല്ല റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയായിരിക്കും ചിലപ്പോ. പരീക്ഷ എഴുതാൻ മുമ്പ് വരും. അതെ അതെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ, അത് പറ്റേ, അത് കുഴപ്പമില്ല. ലിജിയുടെ വീട് എവിടെയാണ്? എന്റെ വീട് ചെല്ലാൻ, എറണാകുളം. ചെല്ലാനോ? ചെല്ലാന. ആ, തോപ്പുംപടിയില്ലേ? ഓക്കെ 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 ഓക്കെ, ചെല്ലാന. വെരി ഗുഡ്. യെസ്. സുബിതയുടെ വീട് എവിടെയാ? എന്റെ തൃശ്ശൂര് ജില്ലയിലെ തൃശ്ശൂർ എവിടെ? തൃശ്ശൂര് കേച്ചേരി. കേച്ചേരി. യെസ്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. യൂസിഫ് അലി കേച്ചേരിയുടെ നാടാണ്. ആ യെസ്. ഓക്കെ ഓക്കെ, ആ വഴിക്ക് പോയിട്ടുണ്ട്. യെസ്, ചെല്ലാനം വഴി പോയിട്ടുണ്ട്. പണ്ട് കണ്ണമാലി പള്ളിയിലൊക്കെ വന്നപ്പോ എന്നെ വന്നിട്ടുണ്ട്. ആ, ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് ആരംഭിച്ചാലോ ഇനിയിപ്പം? നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, പറഞ്ഞുകൊണ്ടിരുന്നത് പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പാസീവ് വോയിസിനെ കുറിച്ചുള്ള ഡിസ്കഷനിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന സെന്റൻസ്. ആ സെന്റൻസിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ നമ്മൾ പറഞ്ഞു ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കണം. പിന്നെ ബി എന്ന് ചേർക്കണം, BEING, ബി എന്ന് ചേർക്കണം. പിന്നെ വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചത്. ശരിയല്ലേ? അതല്ല നമ്മൾ പറഞ്ഞത്? യെസ്. അത് കേട്ടില്ല. അതല്ലേ നമ്മൾ പറഞ്ഞത്? പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഇല്ല, ഞാനിപ്പോ 2-3 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫോൺ കംപ്ലൈന്റ് ആയിട്ടേ ഫോൺ ഉണ്ടായിരുന്നില്ല. ഓക്കെ, നോ പ്രോബ്ലം. യെസ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പറയാം. പ്രസന്റ് കണ്ടിന്യൂസ് കഴിഞ്ഞ അടുത്തിനെ കുറിച്ച് നമുക്ക് പറയാം. യെസ്. അതും പഠിക്കുന്നുണ്ടോ? പരീക്ഷയിലൊക്കെ നിങ്ങൾ പാസ്സാവും. ഇംഗ്ലീഷ് പരീക്ഷ നിങ്ങൾ പാസ്. ഇംഗ്ലീഷ് പരീക്ഷ യു പാസ്. ഒരു 25% അതിന്റെ ഒപ്പം നിന്നാൽ മതി. ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞില്ല. ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചൊക്കെ പോയിട്ട് പിന്നെ നമ്മളൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എക്സാമിനേഷൻ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പക്കയാവും. എവറിത്തിങ് വിൽ ബി ഓക്കെ. അപ്പൊ ഞാനിവിടെ അടുത്തൊരു വാചകം എഴുതുകയാണ്. ഷീ ഈസ് ഡ്രിങ്കിങ്, സോറി, ഷീ ഈസ് അല്ല, ഷീ വാസ് ഡ്രിങ്കിങ് ദി ടീ. ഷീ വാസ് ഡ്രിങ്കിങ് ദ ടീ. ഇതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്ന വാചകം. ഷീ വാസ് ഡ്രിങ്കിങ് ദ ടീ. അപ്പൊ നമുക്ക് വേണ്ടത് ഈ വാചകത്തെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. അങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ വാചകം ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എഴുതും. ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പറയാൻ പറ്റുമോ? ഷീ വാസ് ഡ്രിങ്കിങ് ദ ടീ എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് ഫോം ആണെന്ന് പറയാൻ പറ്റും. നമ്മളൊരു 12 എണ്ണം പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് 12 എണ്ണം നമ്മൾ നോക്കിയിട്ടുണ്ട്. അതില് ഏത് കീഴിൽ വരും? ഇത് പാസ്റ്റ് കണ്ടിന്യൂസ്. വെരി ഗുഡ് ലിജി, കറക്റ്റ് ആൻസർ ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ലിജിക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ, ലിജി നോക്കി കഴിഞ്ഞപ്പോ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ട്. സബ്ജക്റ്റ്, വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ വെർബ്, പിന്നെ ഏഞ്ചിന്റും കൂടെ. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. ഇവിടെ സബ്ജക്റ്റിൽ ഷീ ഉണ്ട്,
വാസ് അല്ലെങ്കിൽ വേറില് വാസ് ഉണ്ട്. പിന്നെ ഡ്രിങ്ക് എന്ന് പറഞ്ഞ വെർബിന്റെ കൂടെ ing കൂടി ഉണ്ട്, ഡ്രിങ്കിങ്. അപ്പൊ ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ, മറക്കരുത്, തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അതറിയാലോ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാനായിട്ട്. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹും ഓർ വാട്ട് ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരമായിരിക്കും ഒബ്ജക്റ്റ്. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേറെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേറെ. അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ് എന്ന് ചേർക്കണം, BEING, ബി. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നേരത്തെ ഈ സാമാറി ചേർക്കുന്നതിന് പകരം ഇവിടെ വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കണം. അപ്പൊ ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേറെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കണം. അത് സബ്ജക്റ്റ് നോക്കിയിട്ട് വാസ് ചേർക്കേണ്ട സബ്ജക്റ്റ് ആണെങ്കിൽ വാസ് ചേർക്കുക, വേറെ ചേർക്കേണ്ട സബ്ജക്റ്റ് ആണെങ്കിൽ വേറെ ചേർക്കുക. യെസ്, വാസ് അല്ലെങ്കിൽ വേറെ. അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ്, BEING, ബീയിങ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോമായിട്ട് ഉപയോഗിക്കണം. ബാക്കിയുള്ള നിയമങ്ങൾ ഐ എന്നുള്ളത് മീ ആവും, ഷീ എന്നുള്ളത് ഹെയർ ആവും, ഹി എന്നുള്ളത് ഹിം ആവും, ദേ ദം ആവും. അതൊക്കെ അങ്ങനെയൊക്കെ പറയും. അതൊക്കെ അതുപോലെയൊക്കെ തന്നെ. ബി അസാവും, അതൊക്കെ അതുപോലെയൊക്കെ തന്നെ, വ്യത്യാസമില്ല. ടെൻസിൽ വരുന്ന മാറ്റം ഇതാണ്. ഓബ്ജക്റ്റ്, വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ ബീയിങ്, പിന്നെ വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഷീ വാസ് ഡ്രിങ്കിങ് ദ ടീ. ഒബ്ജക്റ്റ് കിട്ടി, ദ ടീ, ടീ ചായ. അപ്പൊ അതിന്റെ കൂടെ വാസ വരും. ദ ടീ വാസ് ബീയിങ്. പിന്നെ ഡ്രിങ്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നോക്കണം. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് ആണ്, DRUNK. അപ്പൊ നമുക്ക് എന്താ പറയാം? ദ ടീ വാസ് ബീയിങ് ഡ്രങ്ക് ബൈ ഹർ. ഡ്രങ്ക് ബൈ ഹർ. യെസ്, കിട്ടിയല്ലോ. ഞാൻ ഒന്നുകൊണ്ട് വാചകം പറയാം, നിങ്ങൾക്ക് അത് പാസീവ് വോയിസിലോട്ട് മാറ്റാൻ പറ്റുന്നു. യെസ്, എഴുതുക. somebody was calling, CALLING, calling me, ME, me. somebody was calling me. മൂന്നെണ്ണം പറയാം, മൂന്ന് പേർക്ക് പറയുന്നത് കേട്ടോ. someone was, SOMEONE, someone was teaching them, PEACHING, teaching them when it rained, RAIND. മൂന്നാമത്തത് I was typing a letter. I was typing a letter when he called, CALLED, called me. When he called me. Okay, എഴുതാൻ പറ്റും നോക്കാം. എഴുതിയിട്ട് കഴിയുമ്പോൾ പറയാം.
ഓ ഞാൻ വിചാരിച്ച അനില് പോയിരുന്നു. ഓക്കെ 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 ഓക്കെ. ഹസീന. അപ്പൊ നമുക്ക് നോക്കാം. യെസ്, പയ്യെ പയ്യെ നമുക്ക് നോക്കി വരാം. ലിജി, ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം, ഞാൻ വായിക്കാം. സംബഡി വാസ് കോളിംഗ് മീ. ഓബ്ജക്റ്റ് ഏത് കിട്ടി? I was വെരി ഗുഡ്. ഐ വാസ് called by somebody. അപ്പോ ഒരു വാക്കോടെ ചേർക്കാൻ വിട്ടുപോയി. ബീയിങ് ചേർത്തില്ലല്ലോ ലിജി. I was being. അപ്പൊ ശരിയാണ്, ഞാൻ ബീയിങ് കേട്ടില്ല, സോറി. ഐ വാസ് കോൾഡ് ബൈ സംബഡി അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. 3 കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്തംഭം വിടണ്ടേ എന്റെ ലിജി? എപ്പോഴല്ലേ ഞാൻ കഴിഞ്ഞില്ല അതിന് വെയിറ്റ് ചെയ്യല്ലേ? സുബിത, സുബിത സുബിതനെ കിട്ടിയില്ല. അപ്പൊ നമുക്ക് അനിലിലോട്ട് വരാം. അനില, ഓക്കെ സുബിത. രണ്ടാമത്തെ ചോദ്യം ഞാൻ വായിക്കാം, കേട്ടോളൂ സുബിത. Someone was teaching them when it rained. മഴ പെയ്തപ്പോ ആരോ അവരെ പഠിപ്പിക്കുകയായിരുന്നു എന്നാണ് വാചകം. പറഞ്ഞോ. ശരിയാണോന്ന് അറിയില്ല, സംശയമുണ്ട്, പറഞ്ഞേക്കാം. They were being taught. ഇത്രയും വരെ കറക്റ്റ് ആണ്. They were being taught when it rained. അത് അതുപോലെ തന്നെ, മാറ്റൂല കേട്ടോ. അപ്പോ they were being taught, TAUGHT ആണ്, taught when it rained. Very good, very good, very good. Thank you, sir. Yes. അനില, മൂന്നാമത്തെ വായിക്കാം. I was typing a letter when he called me. അനില, അനിലിന് കിട്ടിയില്ല. ലിജി, മൂന്നാമത്തെ കൂടി വായിച്ചോളൂ. ഫസ്റ്റ് വൺ പിന്നില്ലേ സാർ, ഞാൻ എഴുതിയിട്ടുണ്ട്. എഴുതണ്ട, അതിന്റെ ഓബ്ജക്റ്റ് പറ, നമുക്ക് ഒരുമിച്ച് നോക്കാം. ഓക്കെ. Typing a letter when he was. യെസ്, അതിന്റെ അകത്ത് ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചതിൽ ചെറിയൊരു അപാകത പറ്റി. നോക്കിയേ, ഐ വാസ് ടൈപ്പിംഗ് എ ലെറ്റർ. അത്ര എടുത്താൽ മതി. ഞാൻ ഒരു കത്ത് ടൈപ്പ് ചെയ്യുകയായിരുന്നു. എന്ത് ടൈപ്പ് ചെയ്യുക? ഒരു കത്ത്. എ ലെറ്റർ, അതാണ് ഓബ്ജക്റ്റ്. എ ലെറ്റർ എന്ന് പറയുമ്പോൾ വാസ് വരും. വാസ് ബീയിങ്. ഇനി ടൈപ്പ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടൈപ്പ്ഡ്. അപ്പൊ ഇത് വരും എ ലെറ്റർ വാസ് ബീയിങ് ടൈപ്പ്ഡ്. ഇനി ബാക്കി അതിന്റെ അകത്തുള്ളത് when he called me. when he called me. അത്രയും വരെ മതി. യെസ്. അടുത്ത 3 പറയാം, എഴുതിക്കോളൂ. ഒന്നാമത്, അടുത്ത 1. They were singing, singing, singing a Malayalam song. A Malayalam song, song. Next one. He was
He was eating food. Eating food. He was eating food. അടുത്തത്. They were H-E-Y. They were W-E-R-E. They were playing football. P-L-A-Y-I-N-G. Playing football. When the bell, B-E-L-L, bell, when the bell rang, R-A-N-G. They were playing football when the bell rang, R-A-N-G. Okay, എഴുതിക്കോളൂ. മൂന്നെണ്ണം കയ്യിൽ കുറച്ച് അമ്പ് കിട്ടിയത്. ഓക്കെ, സുബിത കഴിഞ്ഞിരിക്കുന്നു. ഒരാളെ കൂടെ കഴിഞ്ഞ് നമുക്ക് പറയാം. ഓക്കെ ലിജി, കറക്റ്റ്. ഓക്കെ ലിജി, ആദ്യത്തെ വായിച്ചു. ഞാൻ ചോദ്യം ഞാൻ വായിക്കാം. They were singing a Malayalam song. ആൻസർ പറഞ്ഞോളൂ. A Malayalam song being sung by them. A Malayalam song was being sung. S-U-N-G. Sung. Sung by them. By them. Yes. അപ്പോൾ ലിജിന കഴിഞ്ഞു. ഇനി സുബിത, ഞാൻ ചോദ്യം വായിക്കാം. He was eating food. Food was being eaten by him. Very good. Food was being eaten by him. അനില, മൂന്നാമത്തേത് ചോദ്യം ഇതായിരുന്നു. They were playing football when the bell rang. മണി അടിച്ചപ്പോൾ അവര് ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അനിലിനെ കിട്ടിയില്ല. ചിലപ്പോ കുട്ടി കറിച്ചപ്പോ ശ്രദ്ധിച്ചോണ്ടിരിക്കും. അപ്പൊ ലിജി പറഞ്ഞോളൂ തന്നെ. എനിക്ക് ഡൗട്ട്. When the bell was being നോക്കിയേ, when the bell rang എന്നുള്ള വിട്ട് കളഞ്ഞില്ല, അത് ഇല്ലാന്ന് വിചാരിച്ചു. ബാക്കിയുള്ളത് നോക്കിയേ, they were playing football. അതിന് എടുത്താൽ മതി. അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. football was being played by them. അപ്പൊ വെന്നും കൂടി പറയും. ആ വായിച്ചിറക്കണേക്ക് മുമ്പ് ആ വെന്ന് വെച്ചിട്ടുള്ള വെറുതെ പറഞ്ഞാൽ മതി. അപ്പൊ എന്ത് വരും? ഞാൻ വായിക്കാം. ഫുട്ബോൾ വാസ് ബീയിങ് പ്ലേഡ് when the bell rang. Football was being
played when the bell rang. Okay, ഇങ്ങോട്ട് വരും. യെസ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇപ്പൊ മനസ്സിലായില്ലേ ഇത് എങ്ങനെ ചെയ്യുന്നത് പിടികിട്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ അടുത്തതിലോട്ട് പോവുകയാണ്. യെസ്, ഞാൻ അടുത്ത ഒരു വാചകം പറയുകയാണ്. ഷീ ഹാസ് സ്റ്റഡീഡ്, STUDIED, സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. വാചകം ഇതാണ്, ഷീ ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. അപ്പൊ ഞാൻ ഇനി ചോദിക്കുന്നത്, ഈ വാചകം നമ്മൾ പറഞ്ഞിട്ടുള്ള ആ 12 ടെൻസുകളിൽ ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒന്നും കൂടി നോക്കി. പെർഫെക്റ്റ്. കണ്ടിന്യൂസ് ഇല്ല സുബിത, പ്രസന്റ് പെർഫെക്റ്റ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? ING ഉണ്ടാവും. ഇതിനകത്ത് ING ഇല്ലല്ലോ. അപ്പൊ കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയാം. യെസ്, പ്രസന്റ് പെർഫെക്റ്റ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് നമുക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. സബ്ജക്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, ഇനി നമുക്കിവിടെ നോക്കാം. ഇവിടെയും തന്നിരിക്കുന്ന വാചകത്തിന്റെ പാസീവ് വോയിസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ആദ്യം ഒബ്ജക്റ്റ് എഴുതണം. അപ്പൊ ഒബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുക. ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. അത് കഴിഞ്ഞതിന് ശേഷം ബീൻ എന്ന് ചേർക്കുക. BEN, ബീൻ. ബീങ് അല്ല, ബീൻ, BEEN, ബീൻ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുക. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഓബ്ജക്റ്റ് ആദ്യം എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ബീൻ എന്ന് ചേർക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. യെസ്, ഇതാണ് എന്റെ നിയമം. ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബീൻ പ്ലസ് വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ നമുക്ക് വാചകത്തിലോട്ട് വരാം. ഷീ ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. അവൾ ഇംഗ്ലീഷ് കവിത പഠിച്ചു. അപ്പൊ എന്ത് പഠിച്ചു? ഇംഗ്ലീഷ് കവിത. അപ്പൊ ഇംഗ്ലീഷ് കവിതയാണ് ഇവിടുത്തെ നമ്മുടെ ഓബ്ജക്റ്റ്. ഇംഗ്ലീഷ് പോയം ഹാസ്, ഒരു പോയിലുള്ള പോയംസ് അല്ലല്ല, അപ്പൊ ഹാസ് മതി. ഇംഗ്ലീഷ് പോയം ഹാസ് ബീൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇപ്പൊ തന്നിരിക്കുന്ന വാചകത്തിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞപ്പോ പിന്നെ തന്നേക്കുന്നത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ പിന്നെ വേറെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, അത് തന്നെ എഴുതിയാൽ മതി, കാരണം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. യെസ്, ഹാവ് ബീൻ സ്റ്റഡീഡ്. അപ്പൊ ഞാൻ പറയാം, ഇംഗ്ലീഷ് പോയം ഹാസ് ബീൻ സ്റ്റഡീഡ് ബൈ ഹർ. ഇംഗ്ലീഷ് പോയം ഹാസ് ബീൻ സ്റ്റഡീഡ് ബൈ ഹർ. അപ്പൊ എന്താണ് പ്രശ്നം? പെർഫെക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം, ഹാസ് അല്ലെങ്കിൽ ഹാവ് ചേർക്കണം, ബീൻ എന്ന് ചേർക്കണം, പിന്നെ വെർബ് എഴുതണം, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. യെസ്, അപ്പൊ ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ പറയാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നോക്കാം. യെസ്, ചോദ്യം ഇതാണ്. They have eaten, EATN, eaten 3 THREE, 3 apples, APPLES. They have eaten 3 apples. അടുത്തത്, somebody has, SOMEBODY, somebody has stolen, STOLEN, stolen the book, stolen the book.
അടുത്തത് they have sung 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 they have sung songs songs. Okay, Guru. കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. ലിഖിത കഴിഞ്ഞു. യെസ്, സുബിത കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ ലിജി, ഫസ്റ്റ് വൺ ചോദ്യം ഞാൻ വായിക്കാം. They have eaten 3 apples. ആൻസർ പറഞ്ഞോളൂ. 3 apples have been eaten by them. Yes, 3 apples have been eaten by them. By them. Very good, very good, very good. സുബിത, രണ്ടാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. Somebody has stolen the book. The book has been stolen by anybody. Stolen തന്നെയാണോ മാഷേ? ബൈ എനിബഡി എന്നുള്ളത് നമുക്ക് പാസീവ് വോയിസ് എഴുതുമ്പോൾ ചേർത്താൽ മതി. ഇതിനകത്ത് നമുക്ക് സംബഡി ചേർക്കാം. The book has been stolen by somebody. Okay. ഹസീന, അടുത്ത് വായിക്കാമോ? They have sung songs. Yes. അപ്പോൾ ഹസീനെ കിട്ടിയില്ല. അപ്പൊ ലിജിയെ വായിച്ചോളൂ. Songs have been sung by them. Very good. Songs have been sung by them. അടുത്തത് they have sir ഞാൻ ഹസീനെ വിളിച്ചപ്പോ കിട്ടാതെ. ഓക്കെ, പറഞ്ഞു ഹസീന പറഞ്ഞോളൂ. songs have been sung by them. Yes, correct ആണ്. Songs have been sung by them. ഓക്കെ, അത് കട്ടായി പോകേണ്ടത് ഹസീന. റേഞ്ച് ഉള്ളതൊന്നും മാറിയിരിക്കും. യെസ്, അടുത്തത് they have cut down cut down
the tree. They have cut down the tree. അടുത്തത് they have cut down tree. They have finished. They have finished. FINIShed, finished homework. They have finished homework. അടുത്തത് she has sent, SENT. She has sent the letter. She has sent the letter. Okay, very good. Yes. Okay, Subida. Okay. വായിച്ചോളൂ ലിജി, ആദ്യത്തെ ഞാൻ വായിക്കാം. They have cut down the tree. The tree has been cut down by them. Correct. The tree has been cut down by them. Subida. അടുത്തത് ചോദ്യം ഇതായിരുന്നു. They have finished the homework. Homework have been finished by them. Homework എന്താണ് ഉപയോഗിച്ചേ? ഹോംവർക്ക് വരുമ്പോ അത് ഒരെണ്ണോ രണ്ടെണ്ണോ അറിയില്ല. Homeworks ആണെങ്കിലല്ലേ പ്ലൂറൽ വരുള്ളൂ. അപ്പൊ has been. Has been. Homework has been finished by them. Hasina, she has sent the letter. The letter has been sent by her. By her. The letter has been sent by her. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത്
പാസ്റ്റ് കണ്ടിന്യൂസിന്റെയും പ്രസന്റ് പെർഫെക്റ്റിന്റെയും പാസീവ് വോയിസിനെ കുറിച്ചാണ് നോക്കിയത്. അപ്പൊ ഇന്ന് നിങ്ങൾ അത്രയും മനസ്സിലാക്കുക. പിന്നെ ഞാൻ നിങ്ങളോട് 2-3 വൊക്കാബുലറി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. യെസ്, അപ്പൊ നിങ്ങൾ അതിന് മറുപടി പറയണം. മറുപടി പറയുന്നത് ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ആള്, രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള് പറയും, നമുക്ക് എടുക്കാൻ പറ്റും. യെസ്, കുഴപ്പമില്ലല്ലോ, ടൈപ്പ് ചെയ്യല്ല, സിമ്പിൾ അല്ലേ. അപ്പൊ നിങ്ങൾ പറയേണ്ട ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ പി ആണ്. പി, പോലീസ്. പി എന്ന് പറയുന്ന വേർഡ് ഇംഗ്ലീഷ് ലെറ്ററിലായിരിക്കണം ഉത്തരം ആരംഭിക്കേണ്ടത്. പി, അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പൊ ചോദ്യം ഇതാണ്: എ പിക്ചർ മെയ്ഡ് യൂസിങ് ക്യാമറ. എ പിക്ചർ മെയ്ഡ് യൂസിങ് ക്യാമറ. ആൻസർ എന്തായിരിക്കും? എ പിക്ചർ മെയ്ഡ് ബൈ യൂസിങ് ക്യാമറ. യെസ്. അപ്പോ ഇനി ഉത്തരം പറഞ്ഞാലും മതി. യെസ്, ലിജി കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. യെസ്, 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ ഉത്തരം പറഞ്ഞാലും മതി. അപ്പൊ ലിജിക്ക് ഞാനൊരു പോയിന്റ് കൊടുക്കാം. ലിജി 1 പോയിന്റ്. യെസ്, ഫോട്ടോ ആണ്. ഫോട്ടോ എന്ന് പറയുമ്പോ PHOT ആണ്. പി അല്ലേ ആദ്യം വന്നേക്കണത്. അടുത്തത് എ ഷോപ്പ്, SHOP, ഷോപ്പ്, where medicines are sold. A shop where medicines are sold. ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ വേർഡ് കാണാൻ പറ്റും. ഫിസിഷ്യൻ ആണോ? ഫിസീഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്. ഒന്നും കൂടി ഒന്ന് ആലോചിച്ചാൽ കറക്റ്റ് ആവും. എ ഷോപ്പ്, SHOP, ഷോപ്പ്. കേട്ടാ, where medicines are sold. ആ കോഴ്സൊക്കെ പഠിച്ചിട്ടാണ് മെഡിക്കൽ ഷോപ്പിലൊക്കെ നിൽക്കുന്ന ജോലിയൊക്കെ കിട്ടുക. ഫാർമസിസ്റ്റ്. ഓക്കെ. അപ്പൊ എനിക്കോട് ലിജിയും സുബിതയും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് സുബിതക്കും ലിജിക്കും കൂടി ഓരോ പോയിന്റ് തരാം കേട്ടോ. ഫാർമസി. അപ്പൊ ഇവിടത്തെ അർത്ഥം വരുമ്പോ ഫാർമസിസ്റ്റ് വേണ്ട, ഫാർമസി. നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന കട ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആ കടയെ പറയുന്ന പേരെന്താണ്? ഫാർമസി എന്നാണ്. അടുത്തത് ഒരു പക്ഷിയെ കുറിച്ചുള്ള ചോദ്യമാണ്. എ മിത്തിക്കൽ, MYTHICL, mythical bird that rises, RISES, rises from its ashes, 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 charam. A mythical bird that rises from its ashes. ഫീനിക്സ് ആണ് Yes. സർ. Correct. Liji, you are right. Very good. Yes, Phoenix ആണ്. ഫീനിക്സ് പക്ഷിയെ പറ്റി പറയുന്നത് ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന പക്ഷി എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അതിന്. യെസ്. അടുത്തത് an extreme fear, 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 ഭയം. An extreme fear that is not logical. ഒരു എക്സ്ട്രീം ഫിയർ ദാറ്റ് ഈസ് നോട്ട് ലോജിക്കൽ. ആ അവസ്ഥയെ പറയുന്നൊരു പേരുണ്ട്. പിയിൽ തുടങ്ങുന്ന വാക്കാണ്.
ഡോക്ടർമാരൊക്കെ പറയുമ്പോൾ ആ വാക്ക് ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. യെസ്, പാഠോത്തരം വരാത്തതുകൊണ്ട് ഞാൻ പറയാം. നോക്കിയേ, ആൻ എക്സ്ട്രീം ഫിയർ, അഗാധമായ ഒരു ഭയം. ദാറ്റ് ഈസ് നോട്ട് ലോജിക്കൽ, വസ്തുതാപരമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഭയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമില്ല. പക്ഷെ ഭയം ഉണ്ടോ? ഭയം ഉണ്ട്. എന്താണ് അതിനെ പറയുന്ന പേരാണ് ഫോബിയ. കേട്ടിട്ടുണ്ടാവോ? ഫോബിയ, PHOBIA, ഫോബിയ. യെസ്, അപ്പൊ ആ പോയിന്റ് എനിക്ക് കിട്ടുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്. എ ഡിവൈസ്, DIVICE, ഡിവൈസ് ടു കോണ്ടാക്ട് someone. A device to contact someone. ഫോൺ അല്ലേ? യെസ്, അപ്പൊ രണ്ടുപേർക്കും ഓരോ പോയിന്റ് തരാം. കറക്റ്റ് ആൻസർ ആണ്, ഫോണാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, ദ സയൻസ് ഓഫ് പ്രോപ്പർട്ടീസ്. The science of properties of energy and matter. The science of the science of properties of energy and matter. Yes, അതിനെ കുറിച്ച് പഠിക്കുന്ന അതിന് പറയുന്ന പേരെന്താണ്? The science of the properties of energy and matter. ഈ വിഷയം നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ടെൻത്തിലും 9th ഒക്കെ നമ്മൾ പഠിച്ചിരുന്ന വിഷയമാണിത്. ഫിസിക്സ് ആണോ സർ? യെസ്, സുബിത ഇസ് എ കറക്റ്റ് ആൻസർ. ഫിസിക്സ് ആണ്. ഫിസിക്സിലാണ് ഇതിനെ കുറിച്ച് പഠിക്കുന്നത്, എനർജിയെ കുറിച്ച് പഠിക്കുന്നത്, മാറ്ററിനെ കുറിച്ച് പഠിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, എ കിങ് ഇൻ ഏൻഷ്യന്റ് ഈജിപ്റ്റ്. എ കിങ് ഇൻ ഏൻഷ്യന്റ് ഈജിപ്റ്റ്. ഈജിപ്തിലെ രാജാക്കന്മാരെ വിളിക്കുന്ന പേരെന്താണ്? ഫറവോ. ഫറവോ. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ലിജിക്ക് ഒരു പോയിന്റ് ഉണ്ട്. ഫറവോ കറക്റ്റ് ആൻസർ ആണ്, ഫറവോ. യെസ്. അടുത്തത്, ചോദ്യം ഇത്തിരി ലെങ്ത് ആണ്, ശ്രദ്ധിച്ചു കേട്ടോ. എ ജനറൽ ടേം, TERM, എ ജനറൽ ടേം for a doctor. A general term for a doctor who has earned, EARNED, who has earned a medical degree. Who has earned a medical degree. ഫിസിഷ്യൻ ആണ്. യെസ്, രജി, ഞാൻ പറയാൻ പോയത് പക്ഷേ ആരും പറഞ്ഞില്ല. നേരത്തെ ഈ വാക്കോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറേ നേരത്തെ. ഇപ്പൊ അത് മറന്നുപോയി. ഇപ്പൊ പറഞ്ഞല്ലേ? യെസ്, ഓക്കെ, ശരിയാണ്. അടുത്തത്, another word for ghost. GHOST, ghost. Another word for ghost. തെറ്റാണെന്ന് അറിയില്ല. പ്രീസ്റ്റ് ആണോ സാർ? പ്രീസ്റ്റ് അല്ല,
പ്രീസ്റ്റ് പുരോഹിതൻ, ഗോസ്റ്റ് എന്ന് പറഞ്ഞാല് ഭൂതം. ഇനി ഞാൻ ക്ലൂ തരാം. ഈ പേരിൽ മലയാളത്തിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ അഭിനയിച്ചത് മമ്മൂട്ടിയായിരുന്നു. ആ പേര് വെച്ചിട്ടാണ് ആ കഥാപാത്രത്തിന്റെ പേര്. ഇന്നസെന്റ് ഉണ്ടായിരുന്നു. ഇന്നസെന്റ് ഒരു പള്ളിയിലെ അച്ഛനായിരുന്നു എന്റെ. ഫാൻഡം അല്ലേ? ഇതല്ലേ ഉദ്ദേശിച്ചത് സുബിത? യെസ്, അതാണ് ഞാൻ വിചാരിക്കുന്നു. ഫാൻഡം പൈലി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായില്ലേ, അതിൽ പറയുന്ന ആ ഫാൻഡം എന്ന് പറയുന്ന വേർഡാണ് ഇതിന്റെ വേറൊരു വേർഡ്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പോയിന്റ് പറയാം. സുബിതക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ലിജിക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓ, സന്തോഷമായി ഗോപിയേട്ട എന്ന് പറഞ്ഞ പോലെ ലിജിക്ക് സന്തോഷമായി. യെസ്, ഓക്കെ. അപ്പോ ഞാൻ നിങ്ങളുടെ ആ ഇംഗ്ലീഷ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ടെസ്റ്റ് നടത്തി നോക്കിയതാണ്. യെസ്, ആ ടെസ്റ്റിൽ നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. യെസ്, ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ.